സിനിമയിലൂടെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് തൊടുപുഴയിലെ ഒരു സംഘം യുവാക്കൾ. സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ മൊബൈൽ ഫോണിനെ മാത്രം സ്നേഹിക്കുന്ന +1 വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ആൽബ പ്രൊഡക്ഷൻസിന് വേണ്ടി സനുവും സുമേഷും ചേർന്നാണ് നീലക്കുറിഞ്ഞി പൂക്കും മുമ്പേ എന്ന ടെലി സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളായ ഹൈസമും ടിൻഡുവുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. മൊബൈൽ ഫോൺ മോഹവുമായി നടന്ന ശ്യാമിന് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ ലഭിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് വിലപ്പെട്ട പലതുമായിരുന്നു. ഫിറോസിന് വാക്കൊന്നേ ഉള്ളൂ, ഈ മെമ്മറി കാർഡ് ഞാൻ എടുക്കുക. തങ്ങളുടെ ഈ ഒരു സംരംഭം കൊണ്ട് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നതായി ചിത്രത്തിന്റെ സംവിധായകൻ ജിൻസൺ ജോസഫ് പറഞ്ഞു. ഈ മൊബൈൽ ഫോണിന്റെ ദുരന്ത വശങ്ങളെ ആളുകളെ ബോധ്യപ്പെടുത്തുക, ഒപ്പം വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ സിനിമകളുടെ ഉദ്ദേശം. അപ്പൊ ഞങ്ങളുടെ ചെറിയ ഉദ്യമത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായ ആളുകളോട് ബുദ്ധിപരമാകുന്നൊന്നും എനിക്ക് ചിന്തയില്ല. അനുജിത്ത് എന്ന +2 വിദ്യാർത്ഥിയാണ് ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. ആഷിഖ്, ജോയി, അമ്പിളി തുടങ്ങിയവരാണ് മറ്റഭിനേതാക്കൾ. ഒരു മൊബൈലിന് വേണ്ടി ശ്യാം ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. തൊടുപുഴയിലും പരിസരങ്ങളിലുമായി ചിത്രീകരിച്ച 48 മിനിറ്റുള്ള ഈ ടെലി സിനിമ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ജീവൻ ന്യൂസ്.